ഹലോ, പ്ലാറ്റോയുടെ ഹോസ്റ്റിലിറ്റി അല്ലെങ്കിൽ അറ്റാക്ക് ഓൺ പോയട്രിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസിക്കൽ പീരീഡിൽ ഏതൻസിൽ ബോൺ ചെയ്ത ഒരു ഗ്രീക്ക് ഫിലോസഫറാണ് പ്ലാറ്റോ. ഹയർ ലേണിങ്ങിൻ്റെ ഫസ്റ്റ് സ്കൂളായിട്ടുള്ള ദ പ്ലാറ്റോണിക് അക്കാദമി ഫൗണ്ട് ചെയ്തത് പ്ലാറ്റോ ആണ്. സിംബോസിയം, റിപ്പബ്ലിക്, അപ്പോളജിയൊക്കെയാണ് പ്ലാറ്റോയുടെ നോട്ടബിൾ വർക്ക്സ്. തിയറി ഓഫ് ഫോംസ്, തിയറി ഓഫ് മിമിസിസ് ആണ് നോട്ടബിൾ ഐഡിയ. പ്ലാറ്റോയുടെ ഫേമസ് വർക്കായിട്ടുള്ള റിപ്പബ്ലിക്കിൽ പ്ലാറ്റോ ഡിസ്കസ് ചെയ്യുന്ന തിയറി ഓഫ് ഐഡിയ ഓർ തിയറി ഓഫ് മിമിസിസ് നമുക്ക് നോക്കാം. ഐഡിയ ആണ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പ്ലാറ്റോ ബിലീവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആർട്ട് ഐഡിയയെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ഷേപ്പ് അക്വയർ ചെയ്യുന്നതിന് മുന്നേ ഏതൊരു തിങ്സും ഐഡിയ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിൻ്റെയും ഒറിജിനൽ പാറ്റേൺ എന്ന് പറയുന്നത് ഐഡിയയാണ്. ഫിസിക്കൽ തിങ് എന്ന് പറയുന്നത് ഐഡിയയുടെ കോപ്പി ആയിട്ടാണ് പ്ലാറ്റോ കൺസിഡർ ചെയ്യുന്നത്. പ്ലാറ്റോയുടെ ഫേമസ് എക്സാമ്പിൾ ആയിട്ടുള്ള കാർപ്പൻ്റർ ചെയർ കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഒരു ആർക്കിടെക്റ്റിന് അല്ലെങ്കിൽ ഒരു കാർപ്പൻ്ററിന് ഒരു ഫേർണിച്ചർ, നമ്മളിപ്പോൾ ഇവിടെ ചെയറാണ് എക്സാമ്പിൾ എടുക്കുന്നത്, ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ആദ്യം തന്നെ അയാളുടെ മൈൻഡിൽ അതൊന്ന് ഡ്രോ ചെയ്യും. ആ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ചെയറിൻ്റെ പിക്ചർ, അതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി അല്ലെങ്കിൽ ഐഡിയൽ ഫോം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അയാൾ ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഫിസിക്കൽ ഒബ്ജക്റ്റ് ആയിട്ടുള്ള നമ്മൾ വേൾഡിൽ നമ്മൾ കാണുന്ന ചെയർ, അതെന്ന് പറയുന്നത് റിയാലിറ്റീൻ്റെ കോപ്പിയാണ്. അപ്പോൾ വൺസ് അത് റിമൂവ് ഫ്രം റിയാലിറ്റി ആയി. അത് കഴിഞ്ഞാൽ ഒരു പെയിൻറ്റർ അല്ലെങ്കിൽ ഒരു പോയറ്റ് ഇത് ഡിസ്ക്രൈബ് ചെയ്യും. പോയട്രിയിൽ അല്ലെങ്കിൽ പെയിൻറ്റർ ആ ഒരു ചെയർ വരയ്ക്കുന്നു. അത് ട്വൈസ് റിമൂവ് ഫ്രം റിയാലിറ്റിയാണ്. ഇതാണ് പ്ലാറ്റോയുടെ കൺസെപ്റ്റ് ഓഫ് മിമിസിസ്. റിപ്പബ്ലിക് എന്ന പ്ലാറ്റോയുടെ വർക്കിൽ ഒരു പെർഫെക്റ്റ്ലി ഗവേൺഡ് സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കണമെന്നും യങ് ജനറേഷനെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുമുള്ള പിക്ചർ പ്ലാറ്റോ നൽകുന്നുണ്ട്. പ്ലാറ്റോണിക് ഉട്ടോപ്പിയയിലെ റൂളേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് എന്നത് വെറും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓർ മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റ് മാത്രമല്ല, എല്ലാ ഫീൽഡിലും ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഫിലോസഫേഴ്സാണ് അവർ. അതുകൊണ്ട് ഐഡിയൽ സ്റ്റേറ്റ് റൂൾ ചെയ്യുന്നത് റൈറ്റ് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ റിസീവ് ചെയ്തിട്ടുള്ള ഫിലോസഫേഴ്സാണ്. ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പോയട്രി ഓർ ഡ്രാമയുടെയും ടീച്ചിങ്സിന് പ്രസക്തിയില്ല. അതിൻ്റെ റീസണ് ഒരു ഹെൽത്തി മോറൽ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാൻ പോയട്രിക്ക് കഴിയാത്തത് കൊണ്ടാണ്. പ്ലാറ്റോ പറയുന്നത് പാഷനും ഇമോഷനുമാണ് പോയട്രി ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. ഒരിക്കലും ലോജിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോയട്രിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ എഫക്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മളെ ഹൃദയത്തെയാണ് പോയട്രി എഫക്റ്റ് ചെയ്യുന്നത്. റിപ്പബ്ലിക് എന്ന പ്ലാറ്റോയുടെ വർക്കിൽ തന്നെ ഒബ്ജെക്ഷൻ ടു പോയട്രി പ്ലാറ്റോ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഗ്രീക്ക് പോയട്രി, മെയിൻലി ഹോമറിൻ്റെ പോയട്രി നോക്കുകയാണെങ്കിൽ വീക്ക്നെസ് ഉള്ളവരായിട്ടാണ് ഗോഡ്സിനെയും ഹീറോസിനെയും കാണിക്കുന്നത്. അത്തരം എക്സാമ്പിൾ ഒരു നല്ല ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. അതുപോലെ ഡ്രാമ ആക്ട് ചെയ്യുന്നത് ഹാംഫുൾ ആയിട്ടാണ് പ്ലാറ്റോ കാണുന്നത്. കാരണം ആക്ട് ചെയ്യുമ്പോൾ സ്വന്തം ക്യാരക്ടർ ഉപേക്ഷിച്ച് മറ്റൊരു ക്യാരക്ടർ അഡോപ്റ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആക്ടേഴ്സ് അയാളുടെ ജീവിതത്തിൽ നല്ലൊരു ക്യാരക്ടറായിരിക്കും, ബട്ട് അയാൾക്ക് ലഭിക്കുന്ന എല്ലാ ക്യാരക്ടറും എല്ലാ ഫിലിംസിലും അയാൾ വില്ലനായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അയാളെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് നമ്മൾ കരുതും. അപ്പോൾ ആ ഒരു നല്ല ക്യാരക്ടറാണെങ്കിലും അയാൾ വില്ലനായിട്ട് തന്നെ നമ്മൾ ചിത്രീകരിക്കും. നമ്മുടെ മൈൻഡിൽ അയാളെ കാണുമ്പോൾ അയാൾ എപ്പോഴും ഒരു മോശം ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നുക. പ്ലാറ്റോയെ സംബന്ധിച്ച് ആർട്ട് എന്നത് ഒരു അൺട്രൂത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റിയാണ്. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഇമിറ്റേറ്റ് ചെയ്യുക മാത്രമല്ല, അവർക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയാമെന്ന് ആർട്ടിസ്റ്റ് പ്രിറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നു. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹോമർ ഒരിക്കലും ഒരു നല്ല മിലിറ്ററി ജനറൽ അല്ല, ബട്ട് സ്റ്റിൽ വാറിലെ ഹീറോസും ഹോമർ പോർട്രേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹോമർ ഒരിക്കലും ഒരു ഗുഡ് റെപ്യൂട്ടേഷൻ ഉള്ള പെർഫെക്റ്റ് ടീച്ചറല്ല, ബട്ട് സ്റ്റിൽ എല്ലാ കാര്യത്തിലും വിസ്ഡത്തിൻ്റെ ലാസ്റ്റ് വേർഡ് അദ്ദേഹത്തിനുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പ്ലാറ്റോയുടെ സ്റ്റേറ്റിൽ ട്രൂത്തിനെ മിസ്റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇത്തരം പോയറ്റ് ഡ്രാമാറ്റിസ്റ്റിനൊന്നും ഒരു ജസ്റ്റിഫൈഡ് റോളില്ല എന്ന് പ്ലാറ്റോ പറയുന്നു. ഇത്രയും റീസൺസ് കൊണ്ടാണ് പ്ലാറ്റോ ആർട്ട്, പെയിൻറ്റിങ്, പോയട്രിയെ കണ്ടംൻ ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.